ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് കേട്ടോ. ചിക്കൻ കോഫ്ത. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാനൊരു ചെറിയ ടിപ്പ് കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. അപ്പോൾ ചിക്കൻ കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 250 ഗ്രാം ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ചിക്കനാണ്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി എടുക്കുക. ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇത് ഒരു 3 സ്റ്റീം ആവണ വരെ വേവിച്ചെടുക്കുക. കോഫ്തയ്ക്കുള്ള ചിക്കൻ വേവിക്കാൻ വെച്ചു. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 സവാള, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അണ്ടിപ്പരിപ്പ് ഇത്ര എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണയും ഒരു കഷ്ണം ബട്ടറും ഇടുക. ഇനി ആദ്യം മാറ്റി വെച്ച 2 സവാള ഉണ്ടായിരുന്നില്ലേ, അത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി അതിലേക്ക് മാറ്റി വെച്ച 2 തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. മസാലയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചക്കുത്ത് നല്ലോണം ഒന്ന് മാറി കിട്ടണം കേട്ടോ. ഇനി ഇതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണ് ഇത് കേട്ടോ. നമ്മൾ വേവിച്ച ചിക്കനിൽ അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അയ്യോ, അതിൽ 2 കഷ്ണം അറിയാതെ വീണ് പോയതാട്ടോ, അതെടുത്ത് മാറ്റാം. ഇനി അത് ആ മസാലയ്ക്കൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്നും കൂടി കടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുള്ളൂ കേട്ടോ. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഉപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടുണ്ട്, ആ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിനെയും കൂടി മസാലയ്ക്ക് ഇടണേ, അത് ഞാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ അതാ നമ്മളെ ഗ്രേവി റെഡിയായി. ഇനി ഇത് തണുത്ത ശേഷം നന്നായി മിക്സിയിൽ അരയ്ക്കണം. ഇനി കോഫ്ത ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഉടയ്ക്കുക. അതുപോലെ തന്നെ ചിക്കനെ മിക്സിയിൽ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് മുറിച്ചത്, ഒരു മുട്ടയുടെ വെള്ള, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇതെല്ലതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുഴയ്ക്കുക. ഈ കൂട്ടിനൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് 3 കഷ്ണം ബ്രെഡ് പൊടിച്ചത് കൂട്ടിയിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഇതാ ഇതുപോലെ കുഴച്ച് വെക്കണം കേട്ടോ. ഇനി മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറച്ച് ചിരവി എടുത്ത് വെക്കുക. അല്ല ചീസ് സ്ലൈസായ അതിനെ ഓരോ പീസുകളാക്കിയിട്ട് മാറ്റി വെച്ചാലും മതി. ഇനി ഈ കുഴച്ച് വെച്ചിരുന്നതാ ചപ്പാത്തിയുടെ അത്രയും വലിപ്പം വേണ്ട കേട്ടോ. ഒരു നെല്ലിക്കയുടെ അത്രയൊക്കെ വലിപ്പം മതി. അത്ര ഒരു മാവ് എടുത്തിട്ട് നന്നായി ഉരുട്ടിയിട്ട് ഇതാ അതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക. എന്നിട്ട് ആ കുഴിയിലേക്ക് ഓരോ ടീസ്പൂൺ ചീസ് വെച്ച് കൊടുക്കുക. ഇനി ചീസിൻ്റെ പീസാണെന്നുണ്ടെങ്കിൽ അതിൽ 1-2 പീസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിനെങ്ങനെ ഉരുട്ടുക. ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, അതായത് ഒന്ന് പരത്തിയിട്ടാണെങ്കിൽ അങ്ങനെ. ഞാൻ ഒന്ന് പരത്തി കൊടുത്തു. കാര്യം എന്താ വെച്ചാൽ റൗണ്ട് ആകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കി വറുത്തെടുക്കണം. ഇതാകുമ്പോൾ കുറച്ച് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. കഴിയുന്നതും അങ്ങനെയാണല്ലോ, എണ്ണ കുറയ്ക്കാൻ നോക്കല്ലേ നമ്മൾ നല്ലത്. അപ്പം ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ഉരുളകളൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇനി സാധാരണ പോലെ തന്നെ ഒരു പാൻ വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു, എന്നിട്ട് അതിൽ ഇതിനൊക്കെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. ഇതാ നമ്മളെ കോഫ്തകളൊക്കെ ആയിട്ടോ. ഇങ്ങനത്തെ കളർ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ആ വറുത്തതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ, അതിന്ന് കുറച്ച് എണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇടുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ജീരകം, 1 ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കുക. സവാളയൊക്കെ നന്നായി കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടുക. ആ മസാലേൻ്റെ 5 മിനിറ്റ് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളറൊക്കെ മാറി വരും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുക. അരച്ചതൊക്കെ മിക്സിയിൽ നന്നായി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം തീയിലിട്ടിട്ട് തിളപ്പിക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുക ഒന്ന്. ഇനിയല്ലേ നമ്മുടെ കറിയുടെ പ്രധാന ഭാഗം വരാൻ പോണത്. നമ്മൾ വറുത്ത് വെച്ച കോഫ്തകളെ ഓരോരുത്തരെടുത്തിട്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എടുത്ത് വെള്ളത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി എല്ലാവരും കുറച്ച് നേരം ഒന്ന് മുങ്ങിക്കുളിച്ച് അങ്ങനെ കിടക്കട്ടെ അല്ലേ. ഇനി ഈ നിറങ്ങളിലേക്ക് കുറച്ച് പച്ച കൊണ്ടൊരു അലങ്കാരം കൂടി ആയാലോ. അത് നമ്മുടെ മല്ലിയില വെതറിൽ.
ഇപ്പം നല്ല ഭംഗിയായില്ലേ കാണാൻ. അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ കോഫ്ത റെഡി ആയിട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇട്ടത്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കോഫ്തയുടെ അകത്ത് ചീസ് നിറച്ചത് കാരണം ഈ ചീസ് ഇങ്ങനെ മെൽട്ടായി വന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രെഡ് കൂട്ടി കഴിക്കാൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ വെറൈറ്റി ആയൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.